എന്നാണ്ട് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ദൃശ്യം 3യുടെ ട്രെയിലർ റിയാക്ഷൻ ഇല്ലേ വാസന്റെ? യെസ്, ബട്ട് ഇന്ന് നമ്മളുടെ കണ്ണം മുതലാളി ഇന്ന് കൂടെ ഇല്ല. ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ണം മുതലാളി ഇന്ന് കൂടെ ഇല്ല. എന്തോ ചെറിയൊരു അസൗകര്യം കാരണം ഇന്ന് പുള്ളിക്കാരന് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എത്താൻ പറ്റിയില്ല. സോ നമ്മൾ ഇപ്പം ദൃശ്യം 3 അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ ഉദ്ദേശിച്ച വേറൊന്നും കൊണ്ടല്ല. ദൃശ്യം എന്ന് പറയുന്ന ഫിലിം നമുക്കറിയാം 2013 ഇറങ്ങിയതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പടത്തിന്റെ തേർഡ് പാർട്ട് 2026 ഇറങ്ങുമ്പോഴത്തേക്കും. കാരണം ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ട് സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ ഓൾമോസ്റ്റ് 8 years എടുത്തു. 2021 ഇറങ്ങിയത് രണ്ടാമത്. പക്ഷെ ഞാൻ ഫസ്റ്റിനെക്കാട്ടിയും കുറച്ചുകൂടെ രസമായിരുന്നു സെക്കൻഡ്, ഇല്ലേ? പക്ഷെ സെക്കൻഡ് തിയേറ്ററിൽ ഇറക്കാൻ പറ്റിയോ? അതുമില്ല, കോവിഡ് ടൈം ആയിരുന്നു. സോ എല്ലാ ഹൈപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് 10 days ബിഫോർ ബുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ് ബുക്ക് മൈ ഷോയിൽ. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒരു മലയാളം പടത്തിന് ഇത്രയും ദിവസം മുന്നേ ബുക്കിംഗ് തുടങ്ങിയെന്നുള്ളത്. ഐ തിങ്ക് എമ്പുരാൻ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? 10 days ബിഫോർ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഫാസ്റ്റ് ബുക്കിംഗ് ആയിരുന്നു. പക്ഷെ ഈ ഒരു പടത്തിന് ക്രൂ മെമ്പേഴ്സ് കൊടുക്കുന്നത്, എസ്പെഷ്യലി നമ്മുടെ ഇതിന്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ ജീത്തു ജോസഫ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോർമൽ മൂവിയാണ്. മോഹൻലാലിന്റെ എന്ത് പറയാനായിട്ട് ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്ന ഒരു മൂവി എന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി ദൃശ്യം 1 and 2 ഏകദേശം അതുപോലത്തെ ഒരു ജേണറിൽ വന്ന ഒരു മൂവി തന്നെയാണ്. പുള്ളിയുടെ എന്ത് പറയുക, ഇമോഷൻസിനാണ് കൂടുതൽ അതിൻ്റെ അകത്തൊരു പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സോ ഇതിലും അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതായത് തുടരും സിനിമ ഇറങ്ങിയപ്പോൾ എനിക്കൊരു സിനാരി എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഡയറക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് ഒട്ടും ഹൈപ്പില്ലാത്ത രീതിയിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ. പടം ഇറങ്ങി ഞാൻ ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞ് ഇൻ്റർവെലൊക്കെ ആയപ്പോൾ തന്നെ പടം അങ്ങ് കയറി കൊടുത്തു. കാരണം ഞാൻ ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് ടിക്കറ്റ്സ് ഒക്കെ ഈസിലി അന്ന് രാവിലെ ഞാൻ ബുക്ക് ചെയ്തിട്ട് തുടരുമ്പിന് കയറിയത്. പക്ഷെ വൈകിട്ടത്തെ ഷോയ്ക്ക് ഞാൻ ഒന്നുകൂടി ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് നോക്കുന്നില്ല, എല്ലാം കാലി. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈപ്പ് ഓഫ് എക്സ്പെക്ടേഷൻ ആയിരിക്കും മേ ബി ജീത്തു ജോസഫും ടീമും ഇതിനും വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. സോ എനിഹൗ നമുക്ക് പടം ഇറങ്ങുമ്പോൾ നമുക്ക് പടത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ ഞങ്ങൾ ഇടുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ വന്നല്ലോ, ആ ട്രെയിലറിനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് സമയമൊന്നുമില്ല, ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അതൊന്ന് നമ്മളെ കൂടെ ഒന്ന് സഹകരിച്ചിരുന്ന് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ട്രെയിലറിലേക്ക് കിട്ടും. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് ഒരുപാട് ഇതുണ്ട് കേട്ടോ. പ്രൊഡക്ഷൻ ഹൗസേ ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ മോഹൻലാൽ ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. അതിന്റെ അടുത്ത പ്രശ്നം തുടങ്ങുന്നു. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പിന്നെ ആ ജോർജ് ആളൊരു കുറുക്കനാണ്. കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? അവരെ രക്ഷിക്കാനാണെങ്കിൽ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? അതാണ്. സോ May 21 ഗൂസ് ബംസ്. ഹോളി ഒരു രക്ഷയില്ല. അപ്പൊ 21 പടം എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ എന്തായാലും എനിക്ക് കാണണം. പടം കണ്ടാലേ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടിരിക്കും. ഞാൻ ഇതിലൊരു ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ദൃശ്യം 2 നമ്മളത് ഒരു എൻഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയൊരു പുതിയ പാർട്ട് വരും, എങ്ങനെ വരും?
ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇനിയിപ്പോ സസ്പെൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് പറയാനൊന്നുമില്ല, അറിയാലോ. നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്ന സസ്പെൻസ് ആയിരുന്നു സസ്പെൻസ്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ വന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇപ്പൊ 3 ഇനി എന്ത് കൊണ്ടുവരും, എന്ത് എനിക്ക് പുതുമ? തോന്നുന്നു ഇതില് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ഗണേഷ് കുമാറിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എന്തോ ഒരു 3 ഡോട്ട് ഇടുന്ന പോലെ ഇനി 4th പാർട്ടും വരാം എന്നുള്ള ചാൻസിലൊക്കെ ഉള്ള രീതിയിലൊക്കെ ഒരുപാട് എന്ത് പറയാനായിട്ട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ കണ്ടത്. പക്ഷെ ഇതിന്റെ ക്യാപ്ഷൻ ശ്രദ്ധിച്ചായിരുന്നു, ദ പാസ്റ്റ് നെവർ സ്റ്റേ സൈലന്റ്. അത് പാസ്റ്റ് സൈലന്റ് ആയിട്ട് സ്റ്റേ ആവത്തില്ല. അതായത് അപ്പം പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കി വരും. മീന എനിക്ക് തോന്നുന്നു അതങ്ങ് പറയാനായിട്ട് തുനിഞ്ഞല്ലോ അവർ ചെയ്ത ക്രൈം ഇല്ലേ, ഇടയ്ക്കൊന്ന് ഫുൾ ഇടയ്ക്ക് അത് വന്നു. പിന്നെ അതിനുശേഷമാണ് അവിടെ നിന്ന് വിട്ടുപോയ പോലീസുകാരന്റെ ഒരു സ്ഥിരം. എനിഹാവ് നമുക്ക് വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. എനിഹാവ് എന്തായാലും ട്രെയിലർ, അമേസിംഗ് ട്രെയിലർ, ഒരു രക്ഷയുമില്ല. സോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അനിൽ ജോൺസൺ ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതുപോലെ എഡിറ്റിംഗ് വർക്കും കൊള്ളാം, വിനായകിന്റെ എഡിറ്റിംഗ് ആണ് കൊള്ളാം. സോ ആസ് യൂഷ്വൽ മോഹൻലാൽ ഉണ്ട്, മീനയുണ്ട്, ദെൻ സിദ്ദിഖ് ഉണ്ട്, ആശാ ശരത് ഉണ്ട്, മുരളി ഗോപി ഉണ്ട്, 2 കുട്ടികളുണ്ട്. വീണ നന്ദകുമാറാണെന്ന് തോന്നുന്നു ഇത് ന്യൂ ഫേസ് ഇതിന്റെ അകത്ത്. സോ ലെറ്റ് മി വെയിറ്റ്. ഇനി എത്ര ദിവസം, കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. സോ മെയ് 21 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പടം എന്തായാലും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആകും എന്ന് ഉറപ്പാണ്, ആകട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ടു ദ ടീം. എനിക്കിത് കണ്ടിട്ട് എനിക്ക് എന്തായാലും ഹൈപ്പ് നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ ഇനി മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുകയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഞാൻ ഫസ്റ്റ് ഡേ എന്തായാലും ഈ പടം പോയി ഞാനും പ്രതീക്ഷിക്കുന്നു ഈ പടം എന്താവും, എന്താണ്. ഒന്നുമില്ലാതെ ജീത്തു ജോസഫ് എന്തായാലും പടം ഇറക്കത്തും ഇല്ല. അതുപോലെ ഇത്രയും പ്രൊഡക്ഷൻ ഹൗസ് കയറി വന്ന് ക്ലിപ്പിടത്തും ഇല്ല. ഓക്കെ, സോ അല്ല, നീ ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേൾഡ് ലെവലിൽ റീച്ച് ആയ ഒരു മൂവിയാണ്. വേൾഡ് ലെവലിൽ ഭാഷയിൽ അത് റീമേക്ക് ചെയ്ത് ഇറക്കി. സോ എനിയോ നമുക്കപ്പം മെയ് 21 ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നമ്മൾ കാണാം. ടിൽ ദെൻ ബൈ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.